തകർച്ചാ ഭീഷണിയിൽ ഉപ്പള മാണിവിത്തിലുവിലെ VCB കം ബ്രിഡ്ജ് 40 വർഷത്തിലേറെ പഴക്കമുള്ള ഈ അണക്കെട്ട് പാലം പുതുക്കിപ്പണിയണമെന്ന ആവശ്യം അനുദിനം ശക്തമാകുമ്പോഴും അധികാരികളുടെ അവഗണനയും അനാസ്ഥയും തുടരുകയാണ്. This news sponsored by ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. മംഗൽപാടി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ സ്വർണ്ണഗിരി തോടിനു കുറുകെ നിർമ്മിച്ച മാണിവിത്തിലു VCB കം ബ്രിഡ്ജാണ് അനുദിനം തകർച്ചയിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്. 40 വർഷത്തിലേറെ പഴക്കമുള്ള ഈ പാലം പുതുക്കിപ്പണിയണമെന്ന പ്രദേശവാസികളുടെ ആവശ്യം അനന്തമായി നീളുകയാണ്. മുട്ടും ബേരിക്ക കുക്കാർ ഭാഗത്തെ 100 കണക്കിന് ഏക്കർ സ്ഥലത്തെ കൃഷിക്കും ജലസേചനത്തിനുമായാണ് മൈനർ ഇറിഗേഷൻ വിഭാഗം അണക്കെട്ടും അനുബന്ധമായി റോഡ് പാലവും നിർമ്മിച്ചത്. ദേശീയപാതയിൽ നിന്ന് നേരിട്ട് ബേരിക്ക കടപ്പുറത്തേക്ക് എത്തിച്ചേരാനുള്ള റോഡിലാണ് മാണിവിത്തിലു പാലമുള്ളത്. സ്കൂൾ ബസ്സുകൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ ഭീതിയോടെയാണ് ഇപ്പോൾ ഇതുവഴി കടന്നുപോകുന്നത്. കൈവരികളടക്കം തകർന്ന പാലത്തിന്റെ തൂണുകൾക്ക് വിള്ളൽ വീണിട്ടുണ്ട്. മാത്രമല്ല, പാലത്തിന്റെ കീഴ്ഭാഗത്തെ സ്ലാബുകൾ തകർന്ന് ഇരുമ്പ് കമ്പികൾ പുറംതള്ളിയ നിലയിലുമാണ്. തൂണിന്റെ ചില ഭാഗങ്ങൾ അടർന്നു വീണ് തൂണിൽ പതിച്ചിട്ടുമുണ്ട്. ഈ സ്ഥിതി തുടർന്നാൽ ഏതു സമയവും പാലം തകർന്നേക്കുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. നമ്മുടെ ഈ പ്രദേശത്ത് ജീവിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഏക വഴി എന്നുള്ളത് നമ്മുടെ ഈ പാലമാണ്. ആ പാലം ഇപ്പോൾ അപകടാവസ്ഥയിലാണുള്ളത്. അത് തുരുമ്പെടുത്ത് ഏത് സമയത്തും അത് അധപതിച്ച് വീഴുന്നൊരു അവസ്ഥയിലാണുള്ളത്. പിന്നെ ജനങ്ങൾക്ക് ഭീതി പരത്തുന്ന നിലക്കാണ് ആ പാലത്തിൻ്റെ അവസ്ഥ. അപ്പോൾ അതിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ പഞ്ചായത്തിലെയും പിന്നെ നമ്മുടെ ഇവിടുത്തെ മുതിർന്ന ഒരുപാട് രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും അതിനെ കാണാൻ വേണ്ടി വന്നിരുന്നു. അതിനെക്കുറിച്ച് നമ്മുടെ പ്രസിഡന്റ് അടക്കം ഗോൾഡൻ റഹ്മാൻ അടക്കം വന്ന് അത് കണ്ടു അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ മൺലോറികളുടെ ഇടതടവില്ലാതെയുള്ള ഓട്ടം പാലത്തിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതായും നാട്ടുകാർ പറയുന്നു. തകർച്ചാ ഭീഷണി നേരിടുന്ന പാലം എത്രയും വേഗത്തിൽ പൊളിച്ചുമാറ്റി ശാസ്ത്രീയമായ രീതിയിൽ പുതിയ അണക്കെട്ട് കം ബ്രിഡ്ജ് നിർമ്മിക്കണമെന്നതാണ് ഈ നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.